മോഹൻലാലിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ബറോസ് എന്ന ചിത്രം കാണാൻ വേണ്ടി നമ്മളെല്ലാവരും റെഡിയാണ്. ഈ ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഈ ചിത്രം. എന്നാൽ നിങ്ങൾ 2D പ്രതീക്ഷിച്ച് ഇരിക്കൊന്നും വേണ്ട. ഒള്ളി 3Dയിൽ മാത്രമേ ഈ ചിത്രം ഇറങ്ങുന്നുള്ളൂ, അതും റിയൽ 3D. ആ 3Dയുടെ വിസ്മയത്തിന് വേണ്ടി കാത്തിരിക്കുക. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന കുട്ടികളുടെ ചിത്രം ഡിസംബർ 25 ക്രിസ്മസ് റിലീസായ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. പൂർണ്ണമായും 3D ഷൂട്ട് ചെയ്ത രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ ചിത്രമാണ് ബറോസ്. ഇപ്പോഴത്തെ ഈ ചിത്രം ഐമാക്സിൽ എത്തുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാവുകയാണ്. റിയൽ 3Dയിൽ ഐമാക്സ് റിലീസായാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിന്റെ 3D പതിപ്പ് മാത്രമാണ് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് അടുത്തയാഴ്ച മുതൽ തന്നെ ആരംഭിക്കും. കേരളത്തിലും ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് സൂചന. കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ഈ 3D ഫാന്റസി ചിത്രത്തിൽ ടൈറ്റിൽ റോൾ ചെയ്യുന്നത് മോഹൻലാൽ തന്നെയാണ്. ലിഡിയൻ നാദസ്വരം ഗാനങ്ങൾ ഒരുക്കുന്ന ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഹോളിവുഡിൽ നിന്നുള്ള മാർക്ക് കിലിയനാണ്. അടുത്തിടെ മോഹൻലാൽ ഒരു വീഡിയോ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. റിയൽ 3Dയും ചിത്രത്തിന്റെ വരവിനെ അറിയിച്ചുകൊണ്ടുള്ള ഒരു മോഷൻ വീഡിയോ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും 3Dയിൽ തന്നെയാണ് വരുന്നത്. 3D വിസ്മയത്തിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടതും. അത് നോക്കുമ്പോൾ 3Dയും 4DX, IMAX എന്നീ ഫോർമാറ്റുകളിൽ ഡിസംബർ 25 നമുക്ക് മുന്നിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് 9 മണിക്കാകും എന്നാണ് ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ടുകൾ. ഏതാണ്ട് 300-ന് മുകളിലുള്ള സ്ക്രീനുകൾ ഇപ്പോൾ തന്നെ ലോക്കായിട്ടുണ്ട്. കേരളത്തിലെ ഒരുവിധംപ്പെട്ട എല്ലാ സ്ക്രീനുകളിലും ബറോസ് എത്താനുള്ള സാധ്യതയുണ്ട്. ഫാൻ ഷോകളൊന്നും ചിത്രത്തിന് വെക്കരുത് എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഫാൻ ഷോ ഒന്നും വെക്കേണ്ട ചിത്രമല്ല ബറോസ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ലേറ്റസ്റ്റായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് 9 മണിക്കായിരിക്കും എന്നാണ്. ഇതൊരു നല്ല തീരുമാനമെന്നും പ്രേക്ഷകരും കൈയടിച്ച് തന്നെ പാസ്സാക്കുന്നുണ്ട്. ബറോസ് വിദേശ രാജ്യത്ത് റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയർലൻഡിലും ഒക്കെ ചിത്രം എത്തുന്നതിന്റെ വിവരങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് അവിടുത്തെ റിലീസിംഗ് മേൽനോട്ടം വഹിക്കുന്ന പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും അറിയിച്ചുകൊണ്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. അയർലൻഡിൽ 2G എന്റർടൈൻമെന്റ്സ് ലിമിറ്റഡ് ആണ് ബറോസ് എത്തിക്കുന്നത്. ബറോസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പ്രേക്ഷകർ നടത്തുമ്പോഴും ഏറ്റവും വലിയ കാത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എമ്പുരാന് തന്നെയാണ്. പ്രേക്ഷകർ ഇപ്പോഴും കൗണ്ട് ഡൗൺ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അത്ഭുതകരമായി തോന്നുന്ന കാര്യം. ഇനി വെറും 109 ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇതുകൂടാതെ ചില എമ്പുരാൻ സർപ്രൈസുകളും ബറോസിനൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകരുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രേക്ഷകർ അതിന്റെ ഒരു ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ബറോസ് ഇറങ്ങുന്ന ആ ദിവസം തന്നെ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ ഇറങ്ങുമെന്ന കാര്യം. അങ്ങനെ ഒരു സൂചന ലഭിച്ചു എന്ന വിവരങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഡിസംബർ 25 ജാനുവരി 1 ചിത്രത്തിന്റെ ടീസർ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നതും. അങ്ങനെ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചപ്പോൾ അണിയറയിൽ അങ്ങനെയും ചില സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും എത്തുന്നത്. ഒഫീഷ്യലായി ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. പ്രേക്ഷകരുടെ ആഗ്രഹം മാത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. എന്തായാലും അത് വലിയ രീതിയിൽ വൈറലായിട്ടുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും ബറോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും വലിയ ബജറ്റിൽ ഇറങ്ങുന്ന സിനിമ ഗംഭീര രീതിയിൽ പോസിറ്റിവിറ്റി തിയേറ്ററുകളിൽ ഓടിയാലും ഈ ചിത്രത്തിന്റെ ബജറ്റ് കളക്ഷനിൽ എങ്ങനെ മറികടക്കും എന്നതൊക്കെയാണ് അവരുടെ ചർച്ച. വലിയ ബജറ്റിലാണ് ചിത്രം എത്തുന്നത്. ചിത്രത്തിന്റെ ബജറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. ഊഹാപോഹങ്ങൾ വെച്ച് പുലർത്തുന്ന പലരും 100 കോടിയാണ് ഈ ചിത്രത്തിന്റെ ബജറ്റ് എന്ന് പറയുന്നെങ്കിലും അതിനൊന്നും സ്ഥിരീകരണമില്ല. പക്ഷേ ഇതൊക്കെ എങ്ങനെ കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം മറികടക്കും എന്നതാണ് ചോദ്യം. പക്ഷേ ബറോസ് ഇറങ്ങുന്നത് കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളടക്കം നിരവധി ഏരിയകളാണ് ബറോസ് എത്താൻ പോകുന്നത്. ബറോസ് റിലീസ് ചെയ്യുന്നത് തന്നെ വലിയൊരു റെക്കോർഡായി മാറാൻ സാധ്യതയുണ്ട്. നിരവധി രാജ്യങ്ങളിൽ വരുന്നു എന്നതുകൊണ്ട് എല്ലായിടത്തും ഒരു പോസിറ്റീവ് കിട്ടിയാൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. എന്നിരുന്നാലും ബറോസിന് വിദേശ മാർക്കറ്റുകളിലും ഒക്കെ എതിരാളികളുണ്ട് എന്നതാണ് കാണേണ്ടതും. ഇന്ത്യൻ സിനിമയിൽ തന്നെ നിരവധി വമ്പൻ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ബേബി ജോണും പുഷ്പയും ഒക്കെ ഗംഭീര രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാർക്കോയും മറ്റ് ഗംഭീര ഹൈപ്പുള്ള സിനിമകളും ഇറങ്ങുന്നുണ്ട്. വിദേശ മാർക്കറ്റ് നോക്കുമ്പോൾ മുഫാസയൊക്കെ ബറോസിന് വലിയൊരു മത്സരം തന്നെ സൃഷ്ടിക്കും. ഇതൊക്കെ നോക്കിക്കണ്ടാണ് അവർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. എങ്ങനെ ബജറ്റ് മറികടക്കും ഈ ചിത്രം സക്സസ് ആയാലും എന്നതൊക്കെ. എന്തായാലും ചിത്രത്തിന്റെ ബുക്കിംഗ് ഒക്കെ അടുത്ത വീക്കിൽ തൊട്ട് സംഭവിക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. UK ബുക്കിംഗ് അടുത്ത വീക്കിൽ തന്നെ സംഭവിക്കും. കേരളത്തിൽ ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞാൽ ഉടനെ ബുക്കിംഗ് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു.